ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവനാമ മഹത്വം എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ഒരു സൗമ്യ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ആകുന്ന സൗമ്യത ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മറ്റൊരനുഗ്രഹമാണ് ഈ ഭൂമി സൗമ്യതയുള്ള വ്യക്തികൾക്ക് അവകാശമായി ലഭിക്കുമെന്ന് സങ്കീർത്തനം 37 അധ്യായത്തിൻ്റെ 11 തിരുവചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും, ഐശ്വര്യത്തികവിൽ അവർ ആനന്ദിക്കും. ഈ ലോകത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭൂമി ദൈവം അവകാശമായി കൊടുക്കുന്നത് ശാന്ത ജീവിതം നയിക്കുന്നവർക്കാണ്. ശാന്ത ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരോട് സൗമ്യതയോടുകൂടെ പെരുമാറാനും ഇടപെടുവാനും അവർക്ക് സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്. ഈ ഭൂമിയിൽ വസിക്കുന്ന നമ്മളൊക്കെ അന്യരും പരദേശികളുമാണെന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളോ അന്യരും പരദേശികളുമാണ് എന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ 25 അധ്യായത്തിൽ നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ശാന്തശീലരായി ജീവിക്കൂ, കാരണം നിങ്ങൾക്ക് ഭൂമി അവകാശമാക്കാം. ഈ ഭൂമി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവകാശമായി ദൈവം തരാമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ശാന്തത കൈവെടിയാതെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യം. തുടർന്ന് പറയാണ്, ഐശ്വര്യത്തിൽ അവർ ആനന്ദിക്കും. ഭൂമി അവകാശമാക്കി കിട്ടുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അടുത്തതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ്, അവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം ഒഴുകിയെത്തും. ഐശ്വര്യം. അപ്പോൾ ദൈവം ഭൂമി അവകാശമായി തരുന്നതോടൊപ്പം തന്നെ ഐശ്വര്യവും അവരുടെ ജീവിതത്തിലേക്ക് എത്തുന്നു. 12 തിരുവചനത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തും, അവൻ്റെ നേരെ പല്ലിറുമുകയും ചെയ്യുന്നു. സൗമ്യതയുള്ള മനുഷ്യരെ കാണുമ്പോൾ ദുഷ്ടൻ എന്ത് ചെയ്യും? അവൻ പല്ലിറുമും. സമൂഹത്തിലും കൂട്ടായ്മയിലും കുടുംബത്തിലുമെല്ലാം ഒരു നീതിമാനായി ജീവിക്കുന്ന ഒരു അവസ്ഥ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നീതിമാനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അപവാദം പറയാതെയും പരദൂഷണം പറയാതെയും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവരുടെ നന്മ പറഞ്ഞ് മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറി മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാതെയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വ്യക്തികളുടെ നേരെ ദുഷ്ടൻ നീതിമാനെതിരെ ഗൂഢാലോചന നടത്തും. അവനെ ഗൂഢാലോചന ചെയ്ത് അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കും. അതോടൊപ്പം തന്നെ പറയാണ്, അവൻ്റെ നേരെ പല്ലിറുമുകയും ചെയ്യും. തുടർന്ന് കർത്താവ് എന്താ പറയുന്നതെന്നറിയാമോ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു ദുഷ്ടൻ്റെ മനോഭാവത്തോടു കൂടി മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചന നടത്തുകയോ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ കൊണ്ടുകൊണ്ട് പല്ലിറുമുകയോ ചെയ്താൽ കർത്താവ് പറയുകയാണ്, എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു, അവൻ്റെ ദിവസം അടുത്തെന്ന് അവൻ അറിയുന്നില്ല. അവൻ്റെ ദിവസം അടുത്തു എന്ന് അവൻ അറിയുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഈ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ നമുക്ക് മറ്റുള്ളവരോട് സൗമ്യതയോടുകൂടെ പെരുമാറുവാനും സൗമ്യതയോടുകൂടെ സംസാരിക്കുവാനും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. നമ്മളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവാണ് നമ്മളിലേക്ക് സൗമ്യത എന്ന ഫലം നൽകുന്നതും ആ സൗമ്യതയിലൂടെ അതിനോടനുബന്ധിച്ച് തുടർച്ചയായിട്ട് ഭൂമി അവകാശമാക്കുവാനും ഒക്കെ നമുക്കുള്ള ഐശ്വര്യവുമൊക്കെ നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.